സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. CB നിർമ്മല എഴുതിയ നോവൽ മിഴിയോരം തുടരുന്നു. ഭാഗം 11. വിക്രമൻ തമ്പി ശ്രീനിവാസനെ ചുഴിഞ്ഞു നോക്കി. അതു സാരമില്ല. വിക്രമൻ തമ്പിയുടെ കണ്ണുകൾ ചെറുതായി. നമുക്കൊരു ധാരണയിൽ പോകുന്നതല്ലേ നല്ലത്. അതിൻ്റെ യാതൊരു ആവശ്യവുമില്ലല്ലോ. നോക്കൂ ശ്രീനിവാസ്, ഉപകാരികൾക്ക് ഞാൻ നല്ലവനാ, ഉപദ്രവികൾക്ക് ഞാൻ രാജവെമ്പാലയുമാ. എൻ്റെ നന്മ കൊണ്ട് വളരെ ആളുകൾ ഉയർന്നുയർന്ന് നല്ല നിലയിലെത്തിയിട്ടുണ്ട്. ഭീഷണിയാണോ? കഴിയുന്നിടത്തോളം ഐക്യത്തിലും ധാരണയിലും പോകാനാണ് എനിക്ക് താല്പര്യം. ഈ കേസിൽ നിന്ന് പിന്മാറാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല, ശ്രീനിവാസൻ തീർത്തു പറഞ്ഞു. നിങ്ങൾ പിന്മാറിയാലും ഇല്ലെങ്കിലും ആ കുട്ടികളെ നിങ്ങൾക്കൊരിക്കലും ജീവനോടെ കിട്ടാൻ പോകുന്നില്ല. ശ്രീനിവാസൻ ഞെട്ടി. വിക്രമൻ തമ്പി എഴുന്നേറ്റു. ഒന്നെങ്കിൽ ഈ പണം എടുത്തു വെച്ച് സ്വന്തം തടി രക്ഷിക്കാൻ നോക്കുക, അല്ലെങ്കിൽ രണ്ടും ഉപേക്ഷിക്കുക. നല്ല വക്കീൽ വാദിയോടും പ്രതിയോടും ഒരുപോലെ പണം വാങ്ങാറില്ല. ഞാൻ എൻ്റെ മര്യാദയ്ക്ക് ഇവിടെ വന്ന് സംസാരിച്ചുവെന്നേയുള്ളൂ. എൻ്റെ ഒരു ചെറു വിരലിന് തോണ്ടി എറിയാനില്ല നിങ്ങളുടെ ജീവൻ. വിക്രമൻ തമ്പി ക്ഷോഭിച്ചിറങ്ങിപ്പോയി. പുറകെ ബാഗിൽ നോട്ടുകെട്ടുകൾ വാരി അടുക്കിക്കൊണ്ട് അയാളുടെ അനുചരനും. ശ്രീനിവാസൻ ഒരു സിഗരറ്റ് കൊളുത്തി വലിച്ചു. അമൽ വന്ന് ഒളിഞ്ഞു നോക്കുന്നത് കണ്ടിട്ടും കണ്ടില്ലെന്ന് നടിച്ച് വിമലയിരുന്നു. അല്പം മുമ്പാണ് കുഞ്ഞുവാവയുടെ മുടിയിൽ പിടിച്ച് താഴെ വലിച്ചിട്ടതിന് തുടക്കിട്ട് 2 എണ്ണം വെച്ചു കൊടുത്തത്. വരാതിയുടെ അരഭിത്തിയിൽ കയറിയിരുന്ന് കരയുകയായിരുന്നു അവൻ കുറേ നേരം. അമ്മ സമാധാനിപ്പിക്കാൻ ചെന്നപ്പോൾ നീ പോടി പട്ടി എന്ന് പറഞ്ഞ് അവളുടെ നേർക്ക് ചീറി. ഈ പട്ടിവിളി എവിടെന്ന് പഠിച്ചെന്നറിയില്ല. അങ്ങനെ വിളിക്കുമ്പോഴെല്ലാം ചുട്ട അടി കൊടുത്ത് നിർത്തിക്കാൻ നോക്കിയിട്ടുണ്ട്. അതിനതിന് ആ വിളിയുടെ വീറും വാശിയും കൂടിയിട്ടേയുള്ളൂ. വിമല തേങ്ങ ചിരകുകയായിരുന്നു. അമൽ പമ്മി പതുങ്ങി പുറകിലൂടെ വരുന്നത് അവൾ കണ്ടില്ലെന്ന് നടിച്ചു. പാത്രത്തിലേക്ക് കൈയിട്ട് തേങ്ങ ചുരുകിയത് അല്പം വാരി അവൻ വായിലിട്ടു. എന്നിട്ട് ഒച്ചയുണ്ടാക്കാതെ പുറത്തേക്ക് പോയി. 2 നിമിഷത്തിനുള്ളിൽ പമ്മി കയറി വന്നു. ഇത്തവണ അവൻ പാത്രത്തിൽ കൈയിട്ടതും വിമല കയ്യിൽ ചാടി പിടിച്ചതും ഒപ്പം കഴിഞ്ഞു. എടാ കള്ളാ, നിന്നെ ഞാൻ പിടിക്കാനിരിക്കുകയായിരുന്നു. അടിച്ചതെല്ലാം മറന്ന് അവൻ കിലുകിലെ ചിരിച്ചു. ഇതാരുടെ കയ്യാ? കള്ളപ്പൂച്ചയുടെ? ചക്കിപ്പൂച്ചയുടെയോ കണ്ടം പൂച്ചയുടെയോ? ചിരി. കണ്ടം പൂച്ചയുടെ. തേങ്ങ കട്ടുവാരുന്ന കണ്ടംപൂച്ചയുടെ കൈ എന്നാ ചെയ്യണം? കടിച്ചു മുറിക്കണം. എന്നാൽ ഇവിടെ കൊണ്ടുവാ. ആ കള്ളപ്പൂച്ചയുടെ കൈ ഞാൻ കടിച്ചു മുറിച്ചിട്ടേയുള്ളൂ. കടിക്കാൻ തുടങ്ങുമ്പോൾ അവൻ ആർത്ത് ചിരിച്ചുകൊണ്ട് കൈ വെട്ടിച്ച് വലിക്കുന്നു. എത്ര പിടിച്ചിട്ടും അവൻ കയ്യിൽ ചുരുട്ടി പിടിച്ച തേങ്ങാപ്പീര താഴെ ഇടുന്നില്ല. ഒടുവിൽ പിടിവിട്ടതും അവൻ പുറത്തേക്ക് ഓടി. അല്പം കഴിഞ്ഞപ്പോൾ വാതിൽക്കൽ ഒരു തല. അമൽ. ചിരി പൊട്ടാൻ വെമ്പിയുള്ള ഒരു വിളി. കള്ളിപ്പൂച്ചേ. എടാ. താക്കീത് ചെയ്യും പോലെ അവൾ വിളിച്ചു. മമ്മിയാ കള്ളിപ്പൂച്ച, കള്ളിപ്പൂച്ച. എഴുന്നേൽക്കാൻ ആഞ്ഞപ്പോഴേക്കും അവൻ ഓടിക്കളഞ്ഞു. മുറ്റത്ത് ചാടിയിട്ട് ചിരിച്ചുകൊണ്ട് അവൻ അവളുടെ നേർക്ക് കൈ ചൂണ്ടി. ഇതാ കള്ളിപ്പൂച്ച, ഇത് കള്ളിയാ, തേങ്ങാക്കള്ളി. അവൻ്റെ ചിരി കണ്ട് അമ്മുവും ചിരിക്കുകയാണ്. കുഞ്ഞുവാവയ്ക്ക് കാര്യം മനസ്സിലായില്ലെങ്കിൽ എന്തോ തമാശ നടന്നുവെന്ന് കരുതി അവനും ചിരിക്കുന്നുണ്ട്. താൻ പുറകെ പിടിക്കാൻ ചെല്ലുമെന്ന് കരുതി അമൽ ഓടുകയാണ്. ഇരുട്ടിലേക്ക്, മഴയിലേക്ക്. വിമല പുറകെ ഓടി. അവൻ റോഡിലെത്തിയിരിക്കുന്നു. മോനെ നിൽക്ക്, നിൽക്കവിടെ, ഓടരുത്. അവനത് കേൾക്കുന്നില്ല. അമൽ, അവിടെ നിൽക്കാൻ. വിമല സർവ്വ കരുത്തും എടുത്തോടി. ഇരുട്ടിൽ നിന്ന് ചിരി. അമൽ മോനെ നിൽക്ക്, ഓടരുത്. മമ്മി. ഒരു നിലവിളി. അഗാധതയിലേക്ക് താണു പോകുന്ന നിലവിളി. വിമല ഓടി. റോഡ് പുറകെ മുറിഞ്ഞു പോയിരിക്കുന്നു. വെട്ടിയെരിഞ്ഞെടുത്ത പോലെ. മറ്റേ അറ്റം കാണാനില്ല. അഗാധമായ ഒരിരുട്ട് മാത്രം. താഴെ നിന്ന് വീണ്ടും നിലവിളി. അമൽ താഴേക്ക് വീണുകൊണ്ടിരിക്കുകയാണ്. അത്യഗാധതയിൽ നിന്ന് കടലിൻ്റെ ഇരമ്പം. ഒരു നിലവിളിയോടെ താഴേക്ക്. ചിറകുകൾക്ക് വേഗത പോരാ. മുങ്ങിത്താഴ്ന്നവളെ പോലെ ഇരുട്ടിലൂടെ, ഇരുട്ടിൻ്റെ അനന്തമായ തുരങ്കത്തിലൂടെ പൊടുന്നനെ വിമല ഞെട്ടി ഉണർന്നു. ദേഹം മുഴുവൻ നനഞ്ഞിരിക്കുന്നു. വിയർപ്പ്, കിതപ്പ്. മുറിയിൽ ലൈറ്റുണ്ട്. വിമല കട്ടിലിൽ എഴുന്നേറ്റിരുന്നു. വെളിയിൽ മഴ പെയ്യുന്നുണ്ട്. വാതിലിൽ ആരോ മുട്ടുന്നു. മോളെ, മോളെ. വിമല തിടുക്കപ്പെട്ടു ചെന്ന് വാതിൽ തുറന്നു. വർക്കിച്ചായൻ, ഭാര്യ. വലിയ നിലവിളിയും കരച്ചിലും കേട്ടല്ലോ മോളെ. ഇവിടുന്നോ? അതെ. വിമലയുടെ കിതപ്പും വിളറിയ മുഖവും നനഞ്ഞ ദേഹവും കണ്ട് വർക്കിച്ചായൻ ചോദിച്ചു. വല്ല പേക്കിനാവും കണ്ടോ? ആ, കണ്ടെന്ന് തോന്നുന്നു. പ്രാർത്ഥിച്ചിട്ട് കിടന്നു. അവർ തിരിച്ചുപോയി. വിമല കട്ടിലിൽ ചെന്നിരുന്നു. എന്തൊരു പേക്കിനാവായിരുന്നു അത്. ദൈവമേ. അവൾ നെഞ്ചിൽ കൈവച്ചു. എൻ്റെ കുഞ്ഞുങ്ങൾക്കൊരാപത്തും വരുത്തല്ലേ. എനിക്കവരെ തിരിച്ചു കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല. അവരെ വേദനിപ്പിക്കാതെ സങ്കടപ്പെടുത്താതെ കാത്തുകൊള്ളണേ. വിമലയ്ക്ക് തൻ്റെ കുഞ്ഞുങ്ങളെ തിരിച്ചു കിട്ടുമെന്ന പ്രതീക്ഷ അസ്തമിച്ചിരുന്നു.
അവൾ അവർക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുകയും മാത്രം ചെയ്തു. പ്രാർത്ഥനയിൽ മുഴുകി. അത് വലിയൊരു സമാധാനമായിരുന്നു. എല്ലായ്പ്പോഴും കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. അവളുടെ കളിയും ചിരിയും വിതുമ്പലും മനസ്സിലുണ്ട്. അവരെ കാണാനും മിണ്ടാനും മനസ്സുകൊണ്ട് കഴിയുന്നുണ്ട്. ഇന്നലെ പകൽ മുഴുവൻ അവൾ അവരോടൊപ്പം കുരിശുമലയുടെ മുകളിലെ പുൽത്തകിടിയിലായിരുന്നു. വളരെ നേരം അവൾ അവരോടൊപ്പം കഴിച്ചുകൂട്ടി. ദൈവത്തിൻ്റെ കൈകളിലാണ് തൻ്റെ മക്കളെന്ന് അവൾ വിശ്വസിച്ചു. മേഘങ്ങൾക്കിടയിലൂടെ അവൻ അവരെ നോക്കുന്നുണ്ട്. പിന്നെ എന്തിന് താൻ കുഞ്ഞുങ്ങളെ ഓർത്ത് ഒഴുക്കണം? പ്രാർത്ഥന, പ്രാർത്ഥന, പ്രാർത്ഥന. മക്കളെ തിരിച്ചു കിട്ടുമെന്ന പ്രതീക്ഷയല്ല അവൾ കൈവെടിഞ്ഞിരുന്നു. പുതിയ സംഭവവികാസങ്ങളൊന്നും അവളെ ആരും അറിയിച്ചുമില്ല. സുഗുണൻ 2 തവണ ഡയൽ ചെയ്തിട്ട് റോങ് നമ്പർ. ദേഷ്യപ്പെട്ട് പിറുപിറുത്തുകൊണ്ട് അയാൾ വീണ്ടും വിളിച്ചു. ഇത്തവണ തെറ്റിയില്ല. ഹലോ, ആരാ? ഒരു വൃത്ത ശബ്ദം. ഞാനാ സുഗുണൻ. വിമലയില്ലേ അവിടെ? ഉണ്ടല്ലോ, കൊടുക്കാം. വർക്കിച്ചായൻ റിസീവർ മാറ്റി വെച്ചിട്ട് വിമലയെ ചെന്ന് വിളിച്ചുകൊണ്ട് വന്നു. വിമല റിസീവർ എടുത്തു. സുഗുണനാ കൊച്ചേ, വക്കീൽ സാറ് പറഞ്ഞു വീട്ടിലേക്ക് ചെല്ലണമെന്ന്. എന്നോടോ? അതെ, എന്തോ അത്യാവശ്യ കാര്യം സംസാരിക്കാനുണ്ടെന്ന്. ഇന്ന് തന്നെ പോണോ? സന്ധ്യയായല്ലോ. സാരമില്ല, ഒരു ഓട്ടോ വിളിച്ചു പോയിക്കോ. സുഗുണൻ ഫോൺ വെച്ചു. വിമല വർക്കിച്ചായനോട് പറഞ്ഞിട്ട് അപ്പോൾ തന്നെ ഇറങ്ങി. ശ്രീനിവാസൻ സാറിന് എന്താണ് പറയാനുള്ളത്? കുട്ടികളെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ? ബസ് സ്റ്റേഷനിലേക്ക് നടക്കുമ്പോൾ ആരോ പിന്തുടരുന്നത് പോലൊരു തോന്നൽ. ഈയിടെ പുറത്തേക്ക് ഇറങ്ങുമ്പോഴെല്ലാം ഈ തോന്നലുണ്ടാകാറുണ്ട്. സംശയിക്കാൻ പറ്റിയ തെളിവൊന്നുമില്ല താനും. വക്കീൽ ശ്രീനിവാസൻ്റെ വീട്ടിലേക്കുള്ള റോഡ് തിരിയുന്നിടത്തെ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങുമ്പോഴേക്കും ഇരുട്ടിക്കഴിഞ്ഞിരുന്നു. ഇരുഭാഗത്തും നീണ്ട മതിൽക്കെട്ടുകളുള്ള ഭാഗത്തുകൂടി നടക്കുകയായിരുന്ന വിമല. ഒരു ജീപ്പ് അവളുടെ പിറകിൽ ചീറി വന്നു നിന്നു. അതിൽ നിന്നും 4-5 പുരുഷന്മാർ ചാടി ഇറങ്ങി. തെരുവ് വിളക്കുകൾ തെളിഞ്ഞിരുന്നുവെങ്കിലും അന്തരീക്ഷത്തിൽ ഇരുളിൻ്റെ കലർപ്പുണ്ടായിരുന്നു. ലൈറ്റിടാതെയാണ് ജീപ്പ് വന്നത്. അതിനാൽ അത് തൊട്ടടുത്ത് എത്തിയ ശേഷമേ വിമല കാണുകയുണ്ടായുള്ളൂ. അതിൽ നിന്നും ആളുകൾ ഇറങ്ങി തൻ്റെ നേർക്ക് കുതിക്കുന്നത് കണ്ട് അവൾ ഞെട്ടിപ്പോയി. 2 പേർ അവളുടെ മുന്നിൽ വന്നു വഴി തടഞ്ഞു. വേറെ 2 പേർ അവളുടെ 2 കൈകളിലും കടന്നു പിടിച്ചു. വിമലയുടെ നെഞ്ചിൽ തീയാളി. അവൾ വിറച്ചുകൊണ്ട് അവരെ നോക്കി. ശരീരം കുഴഞ്ഞ് താഴെ വീണേക്കുമെന്ന് അവൾക്ക് തോന്നി. ഒന്ന് നിലവിളിക്കാനാഞ്ഞപ്പോഴേക്കും ഒരാൾ വായ് പൊത്തി. വിമലയ്ക്കൊന്ന് കുതറാൻ പോലും കഴിഞ്ഞില്ല. ശബ്ദിക്കരുത്, ഒരുവൻ പല്ല് കടിച്ചമർത്തിക്കൊണ്ട് പറഞ്ഞു. രക്ഷപ്പെടാനൊന്നും നോക്കണ്ട, കൊന്നുകളയും. കൗളിന് താഴെ ഒരു കത്തിവായ്ത്തലയുടെ തണുപ്പ് വിമലയ്ക്ക് അനുഭവപ്പെട്ടു. താടിയിന്മേൽ മുന കൊള്ളുന്നതു അറിഞ്ഞു. നടക്ക്. വിമലയെ അവർ ജീപ്പിന് പിന്നിലേക്ക് കൈ പിടിച്ച് നടത്തി. ആദ്യം 2 പേർ ജീപ്പിനുള്ളിലേക്ക് കയറി. വിമല ചവിട്ടുപടിയിലേക്ക് കാലെടുത്തു വെച്ചു. അവൾക്ക് പിടിച്ചു കയറാൻ വേണ്ടി അവർ കൈ അല്പം അയച്ചു കൊടുത്തു. ഒരു വിപതി ധൈര്യം കിട്ടിയ വിമല അക്ഷണം അവരെ കുതിർച്ചുകൊണ്ട് റോഡിലേക്ക് ഓടി. വിടരുത്, പിടിക്ക്, ജീപ്പിലിരുന്ന് ആരോ വിളിച്ചു പറഞ്ഞു. സർവ്വകരുത്തും കാലുകളിൽ സംഭരിച്ചുകൊണ്ട് വിമല പാഞ്ഞു. വലതുഭാഗത്തെ ക്ഷേത്രമതിൽക്കെട്ട് കഴിഞ്ഞപ്പോൾ ഒരു സ്ത്രീയും പുരുഷനും കുട്ടികളും എതിരെ വരുന്നത് കണ്ടു. പിന്തുടർന്നു വരുന്നവർ തൊട്ടു പിന്നാലെയുണ്ട്. എതിരെ വരുന്നവരെ കണ്ട് അക്രമികൾ ശങ്കയോടെ ഓട്ടത്തിൻ്റെ വേഗത കുറച്ചു. വിമല പരക്കം വായുന്നത് കണ്ട് സ്ത്രീയും പുരുഷനും കുഞ്ഞും റോഡിന് നടുവിൽ നിന്ന് അമ്പരപ്പോടെ തിരിഞ്ഞു നോക്കി. ശ്രീനിവാസൻ മുറ്റത്തുകൂടി ഉലാത്തുകയായിരുന്നു. ഒരു സിഗരറ്റ് അയാളുടെ വിരലുകൾക്കിടയിൽ പുകഞ്ഞുകൊണ്ടിരുന്നു. ഗേറ്റിൽ ഓടാമ്പലിളകുന്ന ശബ്ദം കേട്ട് അയാൾ നോക്കുമ്പോൾ ഒരു സ്ത്രീ ഗേറ്റ് കടന്ന് പാഞ്ഞു വരുന്നതാണ് കണ്ടത്. തൊട്ടുപുറകെ 2 പേർ ഓടി വരുന്നുണ്ടായിരുന്നു. അതിനും പുറകിൽ ലൈറ്റിടാതെ ഒരു ജീപ്പ്. വിമല ഓടി വന്ന് അയാളുടെ ദേഹത്തേക്ക് അലച്ചു വീണു. കാൽച്ചുവട്ടിലേക്ക് ഊർന്നു പോയ അവളുടെ ശരീരം അയാൾ പിടിച്ചുയർത്തി. അവൾക്ക് തനിയെ നിൽക്കാൻ കഴിയുമായിരുന്നില്ല. കിതപ്പിൻ്റെ ആധിക്യം കൊണ്ട് അവൾക്ക് ശ്വാസം മുട്ടുന്നുണ്ടായിരുന്നു. ദേഹം ആലില പോലെ വിറയ്ക്കുന്നു. ഒന്നും ചോദിക്കാതെ തന്നെ ശ്രീനിവാസന് കാര്യങ്ങൾ മനസ്സിലായി. അയാൾ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഗേറ്റിന് നേർക്കു നോക്കി. പിന്തുടർന്ന് വന്നവരിൽ ഒരാൾ ഗേറ്റിനകത്ത് കടന്ന് ശങ്കിച്ച് നിൽക്കുകയാണ്. മറ്റൊരാൾ ഗേറ്റിന് പുറത്തു തന്നെ. ജീപ്പ് ഗേറ്റിന് മുന്നിൽ വന്നു നിന്നു. അവിടെയെല്ലാം വെളിച്ചമുണ്ടായിരുന്നു. അയൽവീടുകളുടെ മുറ്റത്തും മറ്റും ആളുകൾ ഉണ്ടായിരുന്നു. ശ്രീനിവാസൻ അക്രമികളെ കയ്യാട്ടി വിളിച്ചു. വാ. അവർ 4 പാടും നോക്കിയ ശേഷം ഒരു കടന്നാക്രമണം സാഹസമാണെന്ന് കണ്ട് തിരിച്ചിറങ്ങി. ജീപ്പ് അവിടെ ഇട്ട് തിരിച്ചു. പുറത്തു നിന്നവർ ജീപ്പിൽ കയറി. ഉടൻ തന്നെ സ്ഥലം വിട്ടു പോവുകയും ചെയ്തു. ഇപ്പോഴാണ് വിമലയ്ക്ക് ശ്വാസം നേരെ വീണത്. അവളുടെ മുഖം വല്ലാതെ ഭയന്ന് വിളറിയിരുന്നു. അകത്തേക്ക് വരൂ. ശ്രീനിവാസൻ വിമലയെ വീട്ടിനുള്ളിലേക്ക് ആനയിച്ചു. അവളെ ഒരു സോഫയിൽ ഇരുത്തി. കുടിക്കാൻ? വിമലയ്ക്ക് ഇനിയും സംസാരിക്കാൻ കരുത്ത് കിട്ടിയിരുന്നില്ല.
തണുത്തതെന്തെങ്കിലും എടുക്കാം. ശ്രീനിവാസൻ കിച്ചണിലേക്ക് പോയി. അല്പം കഴിഞ്ഞ് അയാൾ തണുപ്പിച്ച മാങ്കോ ജ്യൂസുമായി എത്തി. കുടിച്ചോളൂ. വിമല അത് വാങ്ങി ഒറ്റ വലിക്ക് കുടിച്ചു തീർക്കുകയും ചെയ്തു. ഇനി വേണോ? വേണ്ട, എൻ്റെ നല്ല പ്രാണൻ പോയിരുന്നു, അവൾ പറഞ്ഞു. ശ്രീനിവാസൻ സിഗരറ്റ് പുകച്ചുകൊണ്ട് മുറിക്കുള്ളിൽ നടന്നു. വിമല വരാൻ കാത്തിരിക്കുകയായിരുന്നു ഞാൻ. എന്താ ഉണ്ടായത്? വിമല സംഭവം വിശദീകരിച്ചു. അത് ശരി. ശ്രീനിവാസൻ തലകുലുക്കി. ഗത്യന്തരമില്ലാതെ അവരിപ്പോൾ വിമലയെ വേട്ടയാടി തുടങ്ങിയിരിക്കുന്നു. രക്ഷയില്ലെന്ന് അവർക്ക് മനസ്സിലായി. ആരാണവർ? വിക്രമൻ തമ്പിയുടെ ആളുകളായിരിക്കണം. ഏതായാലും വിമല അവരുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ടല്ലോ. ഭാഗ്യം. ആരാണയാൾ? വിമലയുടെ കുട്ടികളെ അയാളുടെ മകനാണ് തട്ടിക്കൊണ്ടുപോയത്. ശ്രീനിവാസൻ ഭാനിൻ്റെ സ്വിച്ചിട്ടു. എങ്ങനെ അറിഞ്ഞു? അവരെവിടെയുണ്ട്? വിമല എഴുന്നേറ്റ് കഴിഞ്ഞു. വിമല സമാധാനമായിരിക്കൂ, എല്ലാം ഞാൻ പറയാം. വിമല ഉദ്യോഗം കൊണ്ട് വീർപ്പ് മുട്ടി. ഒരു കാറ്റല വാതിൽ തള്ളി തുറന്നകത്തേക്ക് വന്നു. ജനാലകളിൽ ചിലത് ആഞ്ഞടഞ്ഞു. മഴ പെയ്തേക്കും. മുൻവാതിലടിച്ച് തഴുതിട്ടുകൊണ്ട് ശ്രീനിവാസൻ പറഞ്ഞു. അടുത്ത ക്ഷണം ജനാലച്ചില്ലുകളിൽ വലിയ മഴത്തുള്ളികൾ ആഞ്ഞു പതിക്കുന്ന ശബ്ദവും കേൾക്കായി. പെട്ടെന്ന് തന്നെ അത് നിലയ്ക്കുകയും ചെയ്തു. വെളിയിൽ മുഴക്കത്തോടെ കാറ്റ് ഊതിക്കൊണ്ടിരുന്നു. ശ്രീനിവാസൻ സംസാരിച്ചു കൊണ്ടിരിക്കെ കണ്ണഞ്ചിപ്പിക്കുന്ന ഒരു ഇടിമിന്നലുണ്ടായി. രണ്ടുപേരും ഒരു നിമിഷം നിശബ്ദമായി. ശക്തമായ ഇടിമുഴക്കത്തിൽ ജനൽച്ചില്ലകൾ വിറച്ചു. കാറ്റ് പെട്ടെന്ന് നിലച്ചു. ആരവങ്ങളൊന്നുമില്ലാതെ മഴ പെയ്യാൻ തുടങ്ങി. വിമല ശ്രീനിവാസന്റെ മുഖത്തേക്ക് തന്നെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. അവളുടെ മിഴികൾ നിറഞ്ഞൊഴുകുകയായിരുന്നു. അപ്പോൾ എൻ്റെ മക്കൾ ഈ പട്ടണത്തിൽ തന്നെയുണ്ട് അല്ലേ സാർ? തൊണ്ടയിടറിക്കൊണ്ട് അവൾ ചോദിച്ചു. എന്ന് വേണം വിചാരിക്കാൻ. വിമലയുടെ ഹൃദയം വിങ്ങി ത്രസിച്ചു. ഞാൻ അയാളുടെ കാല് പിടിച്ച് യാചിച്ചാലോ എൻ്റെ കുഞ്ഞുങ്ങളെ തിരിച്ചു തരണമെന്ന്, പകരം എൻ്റെ പ്രാണൻ എടുത്തുകൊള്ളാമെന്ന്? വിഡിത്തം പറയാതെ വിമലെ. കണ്ണുനീരിന് യാചനയ്ക്ക് ഒന്നും അവരുടെ മുൻപിൽ യാതൊരു വിലയുമില്ല. ഹൃദയമില്ലാത്തവരാ. അയാൾ ആദ്യത്തെ സിഗരറ്റ് കുറ്റി ആഷ്ട്രേയിൽ കുത്തി തിരുകിയിട്ട് രണ്ടാമതൊന്നു കൊളുത്തി. വിമലയുടെ മുൻപിൽ വന്നിട്ട് പറഞ്ഞു. എന്തു ചെയ്യാനും മടിക്കാത്തവർ. അവരിൽ നിന്ന് കരുണ പ്രതീക്ഷിക്കുകയേ വേണ്ട. അവരുടെ കയ്യിൽ നിന്ന് എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങളെ ജീവനോടെ കിട്ടുമോ സാർ? നമുക്കങ്ങനെ ആശിക്കാം. വിമല അയാളുടെ നേർക്ക് കൈകൂപ്പി കണ്ണീരൊഴുക്കിക്കൊണ്ട് കെഞ്ചി. സാർ, എനിക്ക് അവരെ വേണം, ജീവനോടെ വേണം. പകരം ഞാൻ എൻ്റെ ജീവൻ തരാം. വിമല ധൈര്യമായിരിക്കെ. ഞാനും ജയശങ്കറും ഇതുപോലെ കഷ്ടപ്പെടുന്നത് എന്തിനു വേണ്ടിയാണ്? വിമലയുടെ കുട്ടികളെ വീണ്ടെടുക്കാൻ. പണവും അഭിമാനവും ജീവനും ഒക്കെ പണയം വെച്ച് പൊരുതുകയാണ് ഞങ്ങൾ. ആർക്കു വേണ്ടിയാണത്? ഈ കാണാതായ കുട്ടികൾ ഞങ്ങളുടെ ആരെങ്കിലുമാണോ? വിമല ഞങ്ങളുടെ ആരെങ്കിലുമാണോ? എൻ്റെ മനോവിഷമം കൊണ്ട് ഞാൻ വിമല ഏങ്ങലടിച്ചു. വിമലെ, പ്ലീസ് കരയാതിരിക്കുക. എനിക്കിത് വലിയ അസ്വസ്ഥതയുണ്ടാക്കും. ഉഷയുടെ കണ്ണ് കലങ്ങുന്നത് കണ്ടാൽ ആ നിമിഷം ഞാൻ വെളിയിൽ ചാടുമായിരുന്നു. പീരങ്കിക്ക് മുൻപിൽ വേണമെങ്കിൽ ഞാൻ നെഞ്ചു വിരിച്ച് നിൽക്കാം. പക്ഷേ ഈ ഒരു ആയുധത്തിന് മുൻപിൽ ഞാൻ തോറ്റു സലാം വെച്ച് സ്ഥലം വിടുകയാണ് പതിവ്. കണ്ണുനീർ. വിമല വേഗം സാരിത്തുമ്പ് കൊണ്ട് കണ്ണും കവിളും തുടച്ചു. വിമലയ്ക്ക് അറിയാഞ്ഞിട്ടാണ്. ഇപ്പോഴെൻ്റെ ഊണിലും ഉറക്കത്തിലുമെല്ലാം വിമലയുടെ കുഞ്ഞുങ്ങളാണ്. എൻ്റെ പിറക്കാതെ പോയ കുഞ്ഞിനെപ്പറ്റി പോലും ഞാൻ ഇത്രമാത്രം ഉത്കണ്ഠപ്പെട്ടിട്ടില്ല. വിമല കരുണാർദ്രമായ ഒരു നോട്ടം അയാളുടെ നേർക്ക് നോക്കി. അയാൾ ജനലരികിലേക്ക് നടന്നുപോയി. മഴയിലേക്ക് അല്പനേരം നോക്കി നിന്നിട്ട് തിരിച്ചു വന്നു. നല്ല മഴയാണല്ലോ, വിമല എങ്ങനെ തിരിച്ചു പോകും? വിമല മറുപടി പറഞ്ഞില്ല. എന്ത് ചെയ്യുമെന്ന് അവൾക്കറിയില്ലായിരുന്നു. തനിച്ചു പോകാൻ ഭയവും തോന്നി. മഴ കുറയട്ടെ, ഞാൻ കൊണ്ടുവിടാം. മഴ ശമിക്കുന്ന ലക്ഷണമൊന്നും കണ്ടില്ല. വിമല അസ്വസ്ഥതയോടെ എഴുന്നേറ്റ് മുറിയിലൂടെ നടന്നു. ചുമരിൽ ഉഷാറാണിയുടെ മാല ചാർത്തിയ വലിയ ഫോട്ടോ ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്നത് കണ്ട് ഒരു ഉൾക്കിടിലമുണ്ടായി. ഉഷ, എത്രയോ വർഷങ്ങൾ ഒന്നിച്ചു കഴിഞ്ഞവരാണ് ഞങ്ങൾ. ഒരു ശരീരവും ഒരേ മനസ്സുമായി. അവളുടെ സംഭാഷണം, അവളുടെ ചിരി എല്ലാം വീണ്ടും കേൾക്കുന്ന പോലെ. അവൾ കുറേ കാലം ജീവിച്ച വീടാണിത്. അവളുടെ ശബ്ദം നിറഞ്ഞ് തുടിച്ച, അവളുടെ കാൽപ്പാടുകൾ പതിഞ്ഞ വീടാണിത്. അവൾ ജീവിച്ചിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് അവൾ എന്തെങ്കിലും വിചാരിച്ചിരുന്നുവോ? ഓർക്കുമ്പോൾ ഒരു തരിപ്പ് കരളിലേക്ക് ഇഴഞ്ഞു പടരുന്ന പോലെ. വിമല ഉഷാറാണിയുടെ ചിത്രത്തിലേക്ക് തന്നെ നോക്കി നിൽക്കുന്നത് കണ്ട് ശ്രീനിവാസൻ പറഞ്ഞു. പോർട്രേറ്റാ, ഞാൻ വരപ്പിച്ചതാ. നന്നായിരിക്കുന്നു അല്ലേ? നിസ്സംഗതയോടുള്ള ആ ചോദ്യം വിമലയെ അസ്വസ്ഥയാക്കി. അയാൾ വിമലയുടെ അടുത്തേക്ക് വന്നു. കുറച്ചു കാലമേ ഞങ്ങൾ ഒന്നിച്ച് ജീവിച്ചുള്ളൂ. ഒരു ദിവസം അവളങ്ങ് പോയി, യാത്ര പോലും പറയാതെ. അതുപോലൊരു വിഷമം ഇപ്പോഴും എനിക്ക് ചിലപ്പോൾ തോന്നും. അവൾ ഈ വീട്ടിലുണ്ടെന്ന്. ഒരു നേർത്ത കാലച്ച, നടക്കുമ്പോൾ വസ്ത്രമുലയുന്ന ശബ്ദം, കിച്ചണിൽ നിന്ന് ഒരു വിളിയൊച്ച. തോന്നലായിരിക്കും. എന്നാലും വിമലയുടെ കണ്ണുകൾ തുളുമ്പി.
ഞാൻ ആ വക്കീലിൻ്റെ കറുത്ത കോട്ടിടുന്നത് അവൾക്ക് ഭയമായിരുന്നു. അവളുടെ മുൻപിൽ ഞാനത് ധരിക്കാറില്ലായിരുന്നു. ഞാൻ കേസ് വാദിക്കുന്നത് കേൾക്കാൻ അവൾക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ഇത് കാണാൻ കഴിയാൻ അവൾ കോടതിയിലേക്ക് വന്നിട്ടേയില്ല. ശ്രീനിവാസൻ പതിയെ ചിരിച്ചു. ഇങ്ങനെ ചില തമാശകളൊക്കെ ഉണ്ടായിരുന്നു. ഏത് കാര്യത്തിനും അവളോട് ചോദിച്ച് അനുവാദം വാങ്ങിയിരിക്കണം. ഇപ്പോഴും ഞാനത് ചെയ്യാറുണ്ട്. ഒരു വക വട്ട് എന്ന് കരുതിയാൽ മതി. വിമലയുടെ കേസ് വന്നപ്പോഴും ഞാൻ ചോദിച്ചു, നിന്റെ കൂട്ടുകാരിയുടെ കേസാണ്, പിടിക്കട്ടെ എന്ന്. വിമല ആശ്ചര്യത്തോടെ ശ്രീനിവാസനെ നോക്കി. എന്നെപ്പറ്റി ഉഷ എല്ലാം പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ സ്നേഹം, ഭ്രാന്തൻ സ്വപ്നങ്ങൾ, പഠിക്കുന്ന കാലത്തെ നേരം പോക്കുകൾ എല്ലാം. വിമലയുടെ അനാഥത്വത്തിൽ നിന്ന് അവൾക്ക് ഒരുപാട് സങ്കടമുണ്ടായിരുന്നതായി തോന്നിയിട്ടുണ്ട്. ഓരോ ദിവസവും 1 ഡസൻ തവണയെങ്കിലും അവൾ ആവർത്തിക്കും, ഞാനും വിമലയും, ഞാനും വിമലയും. എനിക്കെന്ന് വിമലയെന്ന ക്യാരക്ടറിനോട് തോന്നിയ ദേഷ്യത്തിന് അതിരില്ല. ഗർഭിണിയായിരുന്നപ്പോഴും അവൾ പറഞ്ഞു, കുഞ്ഞുണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് കുഞ്ഞിനെയും കൊണ്ട് ആദ്യം വിമലയെ ഒന്ന് കാണണം. അവൾക്കായിരിക്കും ഏറ്റവും സന്തോഷവും അത്ഭുതവും എന്ന്. പക്ഷേ അതുമാത്രം അവൾക്ക് സാധിച്ചില്ല. വിമല നനഞ്ഞ കണ്ണുകളോടെ കേട്ടുനിന്നു. ശ്രീനിവാസൻ തുരുതിരെ 2-3 കവൾ പുക വലിച്ചെടുത്തിട്ട് സിഗരറ്റ് ജനലിലൂടെ എറിഞ്ഞു. ഗർഭിണിയായിരിക്കുമ്പോൾ ബാത്റൂമിൽ അവളൊന്ന് വീഴുകയുണ്ടായി. സാരമില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞത്. പ്രസവത്തിന് പറഞ്ഞിരുന്ന ഡേറ്റിനും ഒരാഴ്ച മുമ്പേ പെയിൻ തുടങ്ങി. ഞങ്ങൾ ഒന്നിച്ച് കാറിൽ ആശുപത്രിയിൽ പോയി. ഡോക്ടർ പറഞ്ഞു അഡ്മിറ്റ് ആയിക്കൊള്ളാൻ. പരിശോധിച്ച ശേഷം കാണാമെന്ന ധാരണയിൽ ഞാൻ അവളോട് ഒന്നും പറഞ്ഞില്ല. അവൾ എന്നോടും. സിസ്റ്ററോട് സംസാരിച്ചുകൊണ്ട് നിസാരമട്ടിൽ അവൾ നടന്നുപോയി. ശ്രീനിവാസൻ അടുത്ത സിഗരറ്റ് കൊളുത്തി. രാത്രിയിൽ ഒരു നേഴ്സ് വന്ന് എന്നോട് പറയുകയാണ് ഉഷ മരിച്ചുപോയി എന്ന്. ഞാനത് എങ്ങനെ വിശ്വസിക്കും? അയാൾ ഉള്ളിലെ ആദി അകറ്റാൻ എന്നോണം സിഗരറ്റ് പുക ശക്തിയായി നെഞ്ചിലേക്ക് ഊതി. അതായിരുന്നു ആ കൊച്ചു ജീവിതത്തിൻ്റെ അന്ത്യം. അവൾ എന്തിനാണ് ജനിച്ചത്? എന്തിനാണ് അത്രയും കാലം ജീവിച്ചത്? എന്തിനാണ് എൻ്റെ ഭാര്യയായത്? എന്തിനാണ് അവൾ അത്രയും പെട്ടെന്ന് മരിച്ചുപോയത്? ഞാൻ ഒരുപാട് തവണ ആലോചിച്ച് വിഷമിച്ചിട്ടുണ്ട്. അതിൻ്റെ പൊരുൾ എനിക്കിനിയും മനസ്സിലായിട്ടില്ല. മരിച്ചു പിറന്ന ഒരു കുഞ്ഞിനെക്കുറിച്ചും ചോര വാർന്ന് വിളറിപ്പോയ അവളുടെ ജഡത്തെക്കുറിച്ചുമെല്ലാം അമ്മ പറഞ്ഞുള്ള അറിവേ എനിക്കുള്ളൂ. ഞാൻ കണ്ടില്ല, കാണാൻ എനിക്ക് മനസ്സില്ലായിരുന്നു. ശ്രീനിവാസൻ്റെ ഒച്ച പരുഷമായി. അതിനുശേഷം ഞാൻ എനിക്ക് തോന്നിയ പോലെ ജീവിച്ചു. ജീവിതത്തോടെ എനിക്ക് പകയായിരുന്നു. ഞാനത് കൈകൊണ്ടും കാലുകൊണ്ടും തട്ടിക്കളിച്ചു, നിലത്തിട്ട് ചവിട്ടി തേച്ചു. ദുർവിധിക്ക് തോന്നുമ്പോൾ തോണ്ടിക്കളയാനുള്ളതാണ് ജീവൻ്റെ മനുഷ്യജീവിതമെങ്കിൽ എന്തിന് പ്രതീക്ഷയും കരുതലും? എന്തിന് ലക്ഷ്യവും പ്രതീക്ഷയും കരുതലും? എന്തിന് ലക്ഷ്യവും പ്രവൃത്തിയും? ഇതുവരെ എനിക്ക് പ്രത്യേകിച്ച് ഒരു ലക്ഷ്യമില്ലായിരുന്നു. മരണം എത്തുന്നതുവരെ വലിക്കേണ്ട ഒരു നുകമായിട്ടാണ് ഞാൻ എൻ്റെ ജീവിതത്തെ കണ്ടത്. എന്നാൽ ഇപ്പോൾ ഒരു ലക്ഷ്യമുണ്ട്, വിമലയുടെ കുട്ടികളെ വീണ്ടെടുക്കുക. ശ്രീനിവാസൻ പറഞ്ഞു നിർത്തി. മിനിസ്റ്റർ എവിടേക്കോ യാത്ര പുറപ്പെടാൻ ഒരുങ്ങുകയായിരുന്നു. മന്ത്രിമന്ദിരത്തിന് പുറത്ത് കാറും എസ്കോർട്ടും തയ്യാർ. സന്ദർശകർ അവിടവിടെ കൂട്ടം കൂടി നിൽക്കുന്നു. മുൻകൂട്ടി അനുവാദം വാങ്ങി DYSP ജയശങ്കർ കയറി ചെല്ലുമ്പോൾ മന്ത്രി വലിയ ദേഷ്യത്തിൽ ഉച്ചത്തിൽ ഫോണിൽ ആരോടോ സംസാരിക്കുകയാണ്. ജയശങ്കർ കയറി ചെന്നതോ സല്യൂട്ട് അടിച്ചതോ അയാൾ ശ്രദ്ധിച്ചില്ല. ശാപവാക്കുകൾ ഉരുവിട്ടുകൊണ്ട് മന്ത്രി ഫോൺ വെച്ചു. എന്നിട്ട് ചോദ്യഭാവത്തിൽ ജയശങ്കറെ നോക്കി. സർ, ഞാൻ ജയശങ്കർ. മന്ത്രി അയാളെ അടിമുടി വീക്ഷിച്ചു. ഓഹോ, അത് താനാണല്ലേ? അതെ സർ. തന്നെ ഇപ്പോഴെന്തിനിങ്ങോട്ട് കെട്ടിയെടുത്തു? ഞാൻ DGPയെ കാണാൻ പോയിരുന്നു. അതിന് ഞാനെന്ത് വേണം? എനിക്കൊരു ട്രാൻസ്ഫർ തരാമെന്ന് അദ്ദേഹം പറയുന്നു. അതുപോരെ, അതോ സസ്പെൻഷൻ കൂടി വേണമെന്നുണ്ടോ? അതിന് തക്കവണ്ണം ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല സർ. എടോ, ഞാൻ ഈ സ്റ്റേറ്റിൻ്റെ ആഭ്യന്തരമന്ത്രിയാണ്. ഒരുപാട് കളി കളിച്ചും ജയിച്ചുമാ ഞാൻ ഇവിടെ വരെ എത്തിയത്. ചിരയ്ക്കാനല്ല ഞാനിവിടെ ഇരിക്കുന്നത്. തനിക്കറിയാമോ? അതറിയാം സർ. എൻ്റെ കക്ഷിയിൽപ്പെട്ട ഒരാൾ തൻ്റെ വീട്ടിൽ വന്നൊരു കാര്യം ആവശ്യപ്പെട്ടപ്പോൾ തനിക്ക് പുല്ലുവില അല്ലേ? അങ്ങനെയൊന്നും ഞാൻ കരുതിയിട്ടില്ല സാർ. ഒരമ്മയ്ക്ക് 3 കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ട കേസ്. നിർത്ത്. ആ കേസിലൊന്ന് ഷൈൻ ചെയ്യാമെന്ന് കരുതി അല്ലേ? താനങ്ങനെ മിടുക്കനാകാനൊന്നും നോക്കണ്ട. തന്നേക്കാൾ സാമർത്ഥ്യക്കാരുണ്ട് ഇവിടെ. മന്ത്രിയുടെ മുഖം കോപം കൊണ്ട് തുടുത്തു. എനിക്ക് മിടുക്കനൊന്നും ആകണ്ട സാർ. 3 കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ട ഒരമ്മയ്ക്ക് നീതി കിട്ടണം. രാജ്യത്തെല്ലാവർക്കും നീതി നേടിക്കൊടുക്കാൻ താനാരാ? ദൈവമോ? വിക്രമൻ തമ്പി ആരാണെന്ന് തനിക്കറിയാമോ? ഈ സർക്കാരിനെ അധികാരത്തിലെത്തിക്കാൻ അയാൾ വഹിച്ച പങ്കെന്താണെന്ന് തനിക്കറിയാമോ? എന്നിട്ട് അയാൾക്കെതിരെയാണ് തൻ്റെ കളി. വിക്രമൻ തമ്പി നമ്മുടെ ജനങ്ങൾക്കും ഡിപ്പാർട്ട്മെൻറ്റിനും വേണ്ടപ്പെട്ടയാളാണെന്ന് ഇതുവരെ എനിക്ക് ആരും പറഞ്ഞു തന്നില്ല സാർ.
മന്ത്രി ക്രുദ്ധനായി. താൻ എന്നെ പരിഹസിക്കാൻ വന്നിരിക്കുകയാണോ? അല്ല, ഞാനൊരു അപേക്ഷയുമായി വന്നതാണ്. സാർ തന്നെ DGP അദ്ദേഹത്തോട് പറഞ്ഞ് എന്നെ ട്രാൻസ്ഫർ ചെയ്യാനുള്ള നീക്കങ്ങൾ നിർത്തിവെപ്പിക്കണം. ഇല്ലെങ്കിൽ എനിക്ക് ട്രാൻസ്ഫർ തന്നാലും ഇല്ലെങ്കിലും വിക്രമൻ തമ്പി രക്ഷപ്പെടുകയില്ല, അയാളുടെ മകനും. മന്ത്രിയുടെ മുഖം ചുവന്നു, കണ്ണുകൾ ചെറുതായി. ജയശങ്കർ തുടർന്നു. അയാൾക്കെതിരെയുള്ള എല്ലാ തെളിവുകളും കോടതിയിൽ എത്തിക്കഴിഞ്ഞു സാർ. ആ 3 കുട്ടികളെ തമ്പിയുടെ മകനാണ് തട്ടിക്കൊണ്ടു പോയതെന്നതിന് വ്യക്തമായ തെളിവുകളുമുണ്ട്. കാണാതായ 3 കുഞ്ഞുങ്ങളുടെയും അവരെ നഷ്ടപ്പെട്ട ഒരമ്മയുടെയും കഥയിൽ മീഡിയയ്ക്കും അങ്ങേയറ്റത്തെ താല്പര്യമുണ്ട്. പത്രങ്ങൾക്ക് ഇതിനേക്കാൾ നല്ലൊരു സെൻസേഷൻ സ്റ്റോറി അടുത്ത കാലത്തെങ്ങും കിട്ടാൻ പോകുന്നില്ല. അധോലോകത്തെ ഒരു വൻ തോക്കിനെ രക്ഷിക്കാൻ ഭരണപക്ഷത്തെ ഒരു MLAയും ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു DIGയും നടത്തിയ ശ്രമങ്ങൾ തീർച്ചയായും പത്രങ്ങളിലുണ്ടാവും. മന്ത്രി അയാളെ കാലുഷ്യത്തോടെ തുറച്ചു നോക്കി. കോപാധിക്യം കൊണ്ട് അയാളുടെ മൂക്കിൻ തുമ്പ് വിയർത്തു. സാറിനൊരു ഇമേജ് ഉണ്ടല്ലോ, അത് തകരാതെ നോക്കേണ്ടത് അങ്ങയുടെ കീഴിൽ ജോലി ചെയ്യുന്ന എൻ്റെ കൂടി കടമയാണ്. അതുകൊണ്ടാണ് സാറിനെ കാണാൻ ഞാൻ ഇവിടെ വന്നത്. 3 കുഞ്ഞുങ്ങളെ തട്ടിക്കൊണ്ടുപോയ ഒരു ക്രിമിനലിനെ രക്ഷിക്കാൻ ഹോം മിനിസ്റ്ററും DGPയും കൂട്ടുനിൽക്കുന്നു എന്നൊരു വാർത്ത വരുന്നത് ഡിപ്പാർട്ട്മെൻറ്റിന് മാത്രമല്ല, മന്ത്രിസഭയ്ക്ക് തന്നെ ക്ഷീണമാണ്. താനെന്നെ ഉമ്മാക്കി കാട്ടി പേടിപ്പിക്കുകയാണോടോ? ആണോടോ? മന്ത്രി ജയശങ്കറിൻ്റെ നേർക്ക് ഗർജിച്ചു. വസ്തുതകൾ ഞാൻ പറഞ്ഞുവെന്നേയുള്ളൂ. നമ്മൾ നിസ്സാരമെന്ന് കരുതി അവഗണിക്കുന്ന ചില സംഗതികളാണ് ഒടുവിൽ നമ്മുടെ നിലനിൽപ്പിന് തന്നെ അപകടകരമായി തീരുന്നത്. ചരിത്രത്തിൽ അതിന് എത്രയോ ഉദാഹരണങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യമില്ല. സാറിന് എന്നെ സ്ഥലം മാറ്റാം, സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാം, വേണമെങ്കിൽ ഡിസ്മിസലും ആകാം. എനിക്കതിലൊന്നും വിഷമവുമില്ല. കാരണം പോലീസ് തൊപ്പി തലയിലില്ലെങ്കിലും ജീവിക്കാൻ ഒരു മാർഗം കണ്ടുവച്ചിട്ടാണ് ഞാനിങ്ങോട്ട് വണ്ടി കയറിയത്. ഗെറ്റ് ഔട്ട്. ജയശങ്കറിൻ്റെ നേർക്കൊരു ചുവട് വെച്ചുകൊണ്ട് പുറത്തേക്ക് കൈ ചൂണ്ടി മന്ത്രി ചീറി. യു ഗെറ്റ് ഔട്ട്. ജയശങ്കർ ചിരിച്ചു. പിന്നെ അറ്റൻഷനായി നിന്ന് സല്യൂട്ട് അടിച്ചു. വാതുക്കളോളം നടന്നു ചെന്നിട്ട് തിരിഞ്ഞു നിന്നു. സാർ ശാന്തമായിട്ടിരുന്ന് ആലോചിക്കണം. ഇമേജാണ് വലുത്, ഒരു ക്രിമിനൽ അല്ല. അയാൾ ഇറങ്ങിപ്പോയി. മന്ത്രി കത്തുന്ന കണ്ണുകളോടെ ആ പോക്ക് നോക്കി നിന്നു. പിന്നെ വിരലുകൾ ചുരുട്ടി ഇറുക്കി തറയിൽ അമർത്തി ചവിട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും 4-5 ആവർത്തി നടന്നു. അസ്പഷ്ടമായി എന്തൊക്കെയോ പിറുവിറുക്കുകയും ചെയ്തു. അമർഷം തെല്ലെന്നടങ്ങിയപ്പോൾ മന്ത്രി PAയെ മുറിയിലേക്ക് വരുത്തി. DGPയെ വിളിക്ക്. ഉടൻ മന്ത്രി അസ്വസ്ഥതയോടെ പറഞ്ഞു. ജയശങ്കർ വീട്ടിലെത്തിയതും ഭാര്യ രവീണ അറിയിച്ചു. DGP അദ്ദേഹം 2 തവണ വിളിച്ചിരുന്നു. ഞാൻ പ്രതീക്ഷിച്ചു. ജയശങ്കർ ചെറുചിരിയോടെ പറഞ്ഞു. എന്താ കാര്യം? DGP അദ്ദേഹം പറഞ്ഞില്ലേ? ഇല്ല. എന്നാൽ ഇനിയും വിളിക്കും, അപ്പോൾ പറയും. ജയശങ്കർ എത്തി 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ DGPയുടെ കോൾ വന്നു. താൻ മിനിസ്റ്ററെ പോയി കണ്ടിരുന്നോ? ഊ സാർ. മീഡിയയുടെ പേര് പറഞ്ഞ് താൻ ത്രട്ടൺ ചെയ്തോ? അങ്ങനെയൊന്നുമില്ല സാർ. പിന്നെ അവിടെ എന്ത് സംഭവിച്ചു? ഒന്നും സംഭവിച്ചില്ല സാർ. കുറച്ച് സമയത്തേക്ക് അങ്ങേ തലയ്ക്കൽ അനക്കമില്ല. ജയശങ്കറും അനങ്ങാതെ നിന്നു. മിസ്റ്റർ ജയശങ്കർ. യെസ് സാർ. എനിവേ തനിക്ക് ട്രാൻസ്ഫർ ഇല്ല സാർ. സസ്പെൻഷൻ ഇല്ലടോ. ഡിസ്മിസൽ സാർ. നെവർ. താങ്ക് യു വെരി മച്ച് സാർ. അതിൻ്റെ അർത്ഥം തനിക്ക് മനസ്സിലായോ? യെസ് സാർ. ഓക്കെ, ഗുഡ് ലക്ക്. അപ്പുറത്ത് ഫോൺ ഡിസ്കണക്റ്റ് ആയി. വിമലയെ തട്ടിക്കൊണ്ടുപോകാൻ ചില അജ്ഞാതർ നടത്തിയ ശ്രമത്തെക്കുറിച്ച് ശ്രീനിവാസനാണ് ജയശങ്കറോട് പറഞ്ഞത്. എല്ലാം കേട്ടുകഴിഞ്ഞ് ജയശങ്കർ ചോദിച്ചു, ജീപ്പിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ കിട്ടിയിട്ടുണ്ടോ? ഇല്ല. ലൈറ്റ് ഇടാതെ വരികയായിരുന്നു അവർ. പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി, അത് ഞാൻ വിമലയെ കൊണ്ട് കൊടുപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി കാര്യത്തിലേക്ക് കടക്കുകയാണ്. വിക്രമൻ തമ്പിക്കും രാജൻ തമ്പിക്കുമെതിരെ എല്ലാ തെളിവുകളും കിട്ടിക്കഴിഞ്ഞു. റിപ്പോർട്ടർ ജോർജിനെ വിളിച്ച് ഞാൻ സംസാരിച്ചിരുന്നു. മോഹൻദാസും ഷാഹുലും എന്നെ കാണാൻ വന്നിരുന്നു. ഡീറ്റെയിൽസ് എല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ട്. ആഴ്ചപ്പതിപ്പിൽ കവർ സ്റ്റോറി ആയിട്ട് കൊടുക്കാൻ തയ്യാറെടുക്കുകയാണ് രാമചന്ദ്രൻ. ചുരുക്കത്തിൽ ഇതൊരു സംഭവമായിരിക്കും. ജയശങ്കർ തലകുലുക്കി. അപ്പോൾ ഇനി നമ്മൾ രാത്രിയിൽ കാണുന്നു. ഇന്നെങ്കിലും താൻ ചാറയോടെ മോന്തരുത്. സുബോധത്തോടെ തന്നെക്കൊണ്ട് എനിക്ക് ആവശ്യമുണ്ട്. ശരി, ഇന്ന് ഞാൻ 4-5 ബിയർ കൊണ്ട് തൃപ്തിപ്പെട്ടോളാം. ശ്രീനിവാസൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. 5 മണിയോടെ DYSP ജയശങ്കറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം വിക്രമൻ തമ്പിയുടെ ഗേറ്റിന് വെളിയിലെത്തി. ഗേറ്റിന് കാവൽ നിന്ന ഗൂർഖ ആദ്യം ഗേറ്റ് തുറന്നു കൊടുക്കാൻ വിസമ്മതിച്ചുവെങ്കിലും ജയശങ്കർ ചാടി ഇറങ്ങി കർശനമായി ആജ്ഞാപിച്ചതോടെ വഴങ്ങി. പോലീസ് സംഘം ബംഗ്ലാവിലേക്ക് ഇരച്ചു കയറി ചെന്നു. വിക്രമൻ തമ്പിയും രാജൻ തമ്പിയും വീട്ടിനുള്ളിലുണ്ടായിരുന്നു. കോൺഫറൻസ് ഹാൾ പോലെ തോന്നിച്ച ഒരിടത്ത് ഇരിക്കുകയായിരുന്നു അവർ. അവർക്കൊപ്പം സ്ഥല MLAയും ഭരണകക്ഷിയിലെ ചില നേതാക്കളും
മറ്റു ചില സംഘടനാ പ്രവർത്തകരുമുണ്ട്. രാജ്യഭരണത്തെക്കുറിച്ചും ഭരണകക്ഷികളുടെ നിലനിൽപ്പിനെക്കുറിച്ചും അടിയന്തര ചർച്ചകൾ നടത്തുന്നതും തീരുമാനമെടുക്കുന്നതും വിക്രമൻ തമ്പിയുടെ വീട്ടിൽ വെച്ചാണെന്ന് ജയശങ്കർ കേട്ടിട്ടുണ്ട്. ഒരു സംസ്ഥാനത്തെ ജനങ്ങളുടെ ഭാവി നിർണ്ണയിക്കുന്നതിൽ ഈ രാജ്യാന്തര ക്രിമിനലിന് അവൻ്റെ കൊള്ളസങ്കേതം പോലെയുള്ള വീടിനും ഗണ്യമായ പങ്കുണ്ട്. ഞങ്ങൾക്ക് ഈ വീട് സെർച്ച് ചെയ്യണം, ഡിവൈഎസ്പി ജയശങ്കർ ശാന്ത സ്വരത്തിൽ പറഞ്ഞു. നിങ്ങളോട് ആര് പറഞ്ഞു അനുവാദമില്ലാതെ ഇങ്ങോട്ട് കടന്നു വരാൻ? ഇത് സെർച്ച് ചെയ്യാൻ നിങ്ങൾക്ക് ആര് അധികാരം തന്നു? ഡിപ്പാർട്ട്മെന്റ്, ജയശങ്കർ അറിയിച്ചു. സെർച്ച് വാറന്റുണ്ട്. കൊണ്ട് കളയടോ വാറണ്ട്. നേതാക്കന്മാരിൽ ഒരാൾ പൊട്ടിത്തെറിച്ചു. ഞങ്ങൾ ജോലി ചെയ്യാൻ വന്നിരിക്കുകയാണ്, ഞങ്ങളെ തടയരുത്. ജയശങ്കറിന്റെ സ്വരം പരുക്കനായി. അവർ സെർച്ച് ചെയ്തോട്ടെ, തടയണ്ട, വിക്രമൻ തമ്പി നിസാര മട്ടിൽ പറഞ്ഞു. പിള്ളേരല്ലേ, ചോരത്തിളപ്പ് കൂടും. ഇവന്റെ പേരെന്താ തമ്പി? ജയശങ്കറോ? ഒന്ന് കുറിച്ചു വെച്ചോ. ഇവന്റെ തൊപ്പി ഓടയിൽ ഒഴുകുന്നത് ഞാൻ കാണിച്ചു തരാം, വെറിപൂണ്ട ഒരു നേതാവ് പറഞ്ഞു. വരട്ടല്ലേ നേതാവേ? ജയശങ്കർ അയാളുടെ അരികെ ചെന്ന് പതുക്കെ പറഞ്ഞു. ഹോം മിനിസ്റ്റർ വിളിച്ചു വിരട്ടി നോക്കി, ഏറ്റില്ല. പിന്നെയാണ് ഇത്തിരിയില്ലാത്ത ഇലനക്കി പട്ടികൾ. ഗോകുൽദാസ്, സെർച്ച് ബി ക്വിക്ക്. പോലീസ് സംഘം വിക്രമൻ തമ്പിയുടെ വീട് അരിച്ചു പെറുക്കി പരിശോധിച്ചു. പ്രത്യേകിച്ചൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ജയശങ്കർ ഒന്നും തന്നെ പ്രതീക്ഷിച്ചിരുന്നുമില്ല. കഴിഞ്ഞോ സെർച്ച്? വിക്രമൻ തമ്പി പരിഹാസത്തോടെ ചോദിച്ചു. അത് കഴിഞ്ഞു, ജയശങ്കർ പുഞ്ചിരിയോടെ പറഞ്ഞു. എന്നാലിനി നിങ്ങൾക്ക് പോകാമല്ലോ. ഞങ്ങളുടെ ചർച്ച തീർന്നിരുന്നില്ല. ഒരു ജോലി കൂടി ബാക്കിയുണ്ട്. എന്താണ്? വിക്രമൻ തമ്പിയെയും മകൻ രാജൻ തമ്പിയെയും അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കുക എന്നത്. അയാൾ സിഐയുടെ നേർക്ക് തിരിഞ്ഞു. ഗോകുൽദാസ്, ഇവരെ അറസ്റ്റ് ചെയ്യൂ. വരട്ടെ, ഒരു മിനിറ്റ്, വിക്രമൻ തമ്പി പറഞ്ഞു. പിന്നെ സാവധാനം ചെന്ന് ഷെൽഫ് തുറന്നു. അയാൾ ചില കടലാസുകളുമായി തിരികെ ജയശങ്കറിൻ്റെ അടുത്ത് വന്നു. നിങ്ങൾക്ക് ഞങ്ങളെ അറസ്റ്റ് ചെയ്യാൻ ഒക്കില്ല സാർ, ഇത് മുൻകൂർ ജാമ്യമാണ്, എൻ്റെയും മകൻ്റെയും. വിക്രമൻ തമ്പി ഒരു പരിഹാസച്ചിരിയോടെ പറഞ്ഞു. ജയശങ്കർ അമ്പരപ്പിൽ ഏതാനും നിമിഷം നിന്നു. ഡിവൈഎസ്പിമാൻ തൽക്കാലം പോയാട്ടെ. ഇരുട്ടത്തും കാഴ്ചയുള്ളവനാ വിക്രമൻ തമ്പി. നമുക്ക് കോടതിയിൽ വെച്ച് കാണാം. ജയശങ്കർ സാവധാനം തിരിഞ്ഞു നടന്നു. കോടതി. വിമലയുടെ കേസ് വിളിക്കപ്പെട്ടു. ശ്രീനിവാസനും വിക്രമൻ തമ്പിയുടെ വക്കീലും കോർട്ട് ഹാളിൽ ഉണ്ടായിരുന്നു. ജഡ്ജി കേസ് സംബന്ധമായ രേഖകൾ ധൃതിയിൽ മറിച്ചു നോക്കി. അതിനുശേഷം വിമലയുടെ നേർക്ക് നോട്ടം തിരിച്ചു. നിങ്ങളുടെ കുട്ടികളെ ഇതിൽ പറയുന്ന പ്രതികൾ വിക്രമൻ തമ്പിയും രാജൻ തമ്പിയും ചേർന്ന് തട്ടിക്കൊണ്ടുപോയതായി നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഉവ്വ്. ജഡ്ജി പ്രതിഭാഗം വക്കീലിനെ നോക്കി. അയാൾ ഇംഗ്ലീഷിലാണ് സംസാരിച്ചത്. എൻ്റെ കക്ഷികൾ നിരപരാധികളാണ്. വാദിക്ക് നഷ്ടപ്പെട്ടുവെന്ന് പറയുന്ന കുഞ്ഞുങ്ങൾ യാത്ര ചെയ്യാൻ എൻ്റെ കക്ഷിയുടെ കാറും താമസിക്കുവാൻ വീടും ഉപയോഗിച്ചു എന്നുള്ളത് സത്യമാണ്. അതുകൊണ്ട് എൻ്റെ കക്ഷി കുറ്റവാളിയാകുന്നില്ല. വാസ്തവത്തിൽ തൻ്റെ കക്ഷിയുടെ സുഹൃത്തുക്കളായ ജർമ്മൻ ദമ്പതികൾക്കും അവർ ദത്തെടുത്ത കുട്ടികൾക്കും വേണ്ടി കാറും വീടും വിട്ടുകൊടുക്കുക മാത്രമേ എൻ്റെ കക്ഷി ചെയ്തിട്ടുള്ളൂ. ശ്രീനിവാസനെ വിമലയും ഒന്നും മനസ്സിലാകാതെ അന്തം വിട്ട് പ്രതിഭാഗം വക്കീലിനെ നോക്കി. വക്കീൽ ഗോപാലകൃഷ്ണൻ ചില കടലാസുകൾ കയ്യിലെടുത്ത് പിടിച്ചുകൊണ്ട് തുടർന്നു. വിമല എന്ന സ്ത്രീയുടെ 3 കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി എന്നുള്ള എതിർകക്ഷിയുടെ ആരോപണം അടിസ്ഥാനരഹിതവും വസ്തുതകളെ വളച്ചൊടിക്കുന്നതുമാണ്. ജർമ്മനിയിൽ നിന്ന് വന്ന ഹെർമൻ ഗാബ്രെ ദമ്പതികൾ കുട്ടികളുടെ അമ്മയുടെ അനുവാദത്തോടെ 3 കുട്ടികളെയും ദത്തെടുക്കുകയായിരുന്നു എന്നതാണ് വാസ്തവം. വിമല ഞെട്ടിപ്പോയി. കോടതിയാണെന്നുള്ളത് പോലും മറന്നവൾ നിലവിളിച്ചു. പച്ച കള്ളമാണിത്. ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടേയില്ല. ഇത് തെളിയിക്കാൻ വേണ്ടുന്ന ഡോക്യുമെൻറ്റ്സ് എൻ്റെ കക്ഷികളുടെ കൈവശമുണ്ട് യുവർ ഓണർ. പ്രതിഭാഗം വക്കീൽ തുടർന്നു. യുവർ ഓണർ, ഇതാണ് അഡോപ്ഷൻ ഡീഡ്. യാതൊരു ഉപാധികളുമില്ലാതെ സ്വമേധയാ തൻ്റെ കുഞ്ഞുങ്ങളെ ജർമ്മൻ ദമ്പതികൾക്ക് ദത്തു കൊടുക്കുന്നതായി വിമല എന്ന സ്ത്രീ ഒപ്പിട്ട് കൊടുത്ത പ്രമാണങ്ങൾ, രജിസ്റ്റർ ചെയ്ത പ്രമാണങ്ങളും ഇതിലെ കയ്യൊപ്പുകളും ബഹുമാനപ്പെട്ട കോടതിക്ക് പരിശോധിക്കാവുന്നതാണ്. ജഡ്ജി രേഖകൾ വാങ്ങി പരിശോധിച്ചു നോക്കി. അതിനുശേഷം വിമലയെ ചേംബറിനടുത്തേക്ക് വിളിപ്പിച്ച് അതിലെ ഒപ്പുകൾ തൻ്റേത് തന്നെയോ എന്ന് പരിശോധിക്കാൻ കൽപ്പിച്ചു. വിമല ആ കടലാസുകൾ വാങ്ങി നോക്കി. അവളുടെ കണ്ണിൽ ഇരുട്ട് കയറി. അഡ്വക്കേറ്റ് ശ്രീനിവാസൻ വിമലയെ തന്നെ ഉറ്റുനോക്കി. കോടതി വരാന്തിയിൽ ഡിവൈഎസ്പി ജയശങ്കർ എല്ലാം കണ്ടുകൊണ്ട് വീർപ്പടക്കി നിൽക്കുന്നുണ്ടായിരുന്നു. ശ്രീനിവാസൻ വല്ലാതെ അസ്വസ്ഥനായിരുന്നു. മുഖം ചുവന്നു തുടുത്തിരിക്കുന്നു. കണ്ണുകൾക്ക് കലക്കം, കോപകലുഷിതമായ ഭാവം. കോടതി വരാന്തിയിലൂടെ ഒപ്പം നടക്കുന്നതിനിടയിൽ ജയശങ്കർ വീണ്ടും വീണ്ടും അയാളെ നോക്കി. എന്നിട്ട് പറഞ്ഞു, ഒപ്പുകൾ വിമലയുടേത് തന്നെ. അവൾ തന്നെ തിരിച്ചറിഞ്ഞു. തമ്പ് ഇംപ്രഷനാവുമ്പോൾ കള്ളയൊപ്പുകൾ അല്ലെങ്കിൽ അതെങ്ങനെ വന്നു? വിമല അങ്ങനെയൊരു എഗ്രിമെൻ്റ് സൈൻ ചെയ്തിരുന്നോ എന്ന് വേണമല്ലോ വിചാരിക്കാൻ. ഇനി ഇക്കാര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും?
ഒന്നും ചെയ്യാനില്ല. മാനമായിട്ട് കേസ് പിൻവലിച്ച് മിണ്ടാതിരുന്നോളുക. ഛേ, എന്തൊരു നാണക്കേട്. അഡ്വക്കേറ്റ് നാണക്കേടിൻ്റെ വഴുവഴുത്ത നാവ് മുഖത്ത് സ്പർശിച്ചിട്ടെന്ന പോലെ മുഖം ചുളിച്ചു. വാസ്തവം ഇതുവരെ ചെയ്തതെല്ലാം വെറുതെ. എത്ര പേരെ വെറുപ്പിച്ചു, എന്തുമാത്രം സാഹസം കാണിച്ചു. മേലധികാരികളോടും മന്ത്രിയോടും വരെ മല്ലടിച്ചു. ഇനി അവരുടെ ഊഴമായിരിക്കും. ഞാൻ ചെവിയിൽ 2 കോർക്കുകൾ തിരുകിക്കൊണ്ടാൽ മതി. എന്നാലും അവൻ്റെയൊക്കെ ഗോഷ്ടി കാണാതിരിക്കാൻ കണ്ണുകൂടി അടച്ചു പിടിക്കേണ്ടി വരും, ജയശങ്കർ നിരാശയോടെ പറഞ്ഞു. അഡോപ്ഷൻ ഡീഡിൻ്റെ പകർപ്പ് ഞാൻ വായിച്ചു. വ്യവസ്ഥകളെല്ലാം വിമലയ്ക്ക് പ്രതികൂലമാണ്. അടുത്ത 5 വർഷത്തേക്ക് കുട്ടികളെ കാണാൻ പോലും വിമലയ്ക്ക് അനുവാദമില്ല. മക്കളില്ലാത്ത കാംബ്രെ ദമ്പതികൾ കുട്ടികളെ ജർമ്മനിയിൽ കൊണ്ടുപോയി വളർത്തും, വിദ്യാഭ്യാസം ചെയ്യിക്കും. കുട്ടികളുടെ വളർച്ചയുടെ ഘട്ടങ്ങളെക്കുറിച്ച് വല്ലപ്പോഴും എഴുതി അറിയിച്ചേക്കാം എന്നൊരു ആനുകൂല്യമുണ്ട്. പക്ഷേ അതൊരു അവകാശമായി കണക്കാക്കാൻ പറ്റില്ല. കുട്ടികളുടെ ആരോഗ്യ പരിപാലനവും പഠിപ്പും എല്ലാം ക്രാബേ ദമ്പതികളായിരിക്കും ക്രമീകരിക്കുക. നോവൽ തുടരും.